സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് സൂപ്പർ പോരാട്ടമാണ്. കാലിക്കറ്റ് FC വേഴ്സസ് മലപ്പുറം FC EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ കാലിക്കറ്റ് FC ടോപ്പ് ഓഫ് ദ ടേബിളാണ്. മലപ്പുറം FC 10 പോയിന്റുമായിട്ട് പിന്നിലാണ്. അപ്പോൾ ഇതൊരു മലബാർ ഡെർബിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചൂടും ഒക്കെ ഉണ്ടാവും ഈ ഒരു മത്സരത്തിന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മത്സരം വിശദമായി വിലയിരുത്താം. എന്നോടൊപ്പം ഉള്ളത് മഹേഷ് പോലൂരാണ്. അപ്പോൾ ആദ്യം കാലിക്കറ്റിൽ തുടങ്ങാം. കാലിക്കറ്റ് ടോപ്പ് ഓഫ് ദി ടേബിളാണ്, കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരാണ്. അപ്പോൾ എന്നാലും ഈ ഒരു മത്സരം അവർക്ക് സ്പെഷ്യലായിരിക്കും, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഈ ഒരു മത്സരത്തിലെ റിസൾട്ട്. അപ്പോൾ കാലിക്കറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവരുടെ സ്വന്തം മൈതാനമാണ്. കഴിഞ്ഞ തവണ മഞ്ചേരിയിൽ നമ്മൾ കണ്ടതാണല്ലോ. മഞ്ചേരിയിൽ വലിയൊരു ഫൈറ്റ് നടന്നു. വലിയ മഴ കനത്ത് പെയ്തിട്ടും അവിടെ ഒരുപക്ഷെ കാലിക്കറ്റ് അന്ന് ജയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നതാണ്. പെട്ടെന്നാണ് കളിയുടെ ഗതി ആകെ മാറി പറയുന്നത്. അപ്പോൾ ആ ഒരു ത്രില്ലർ പോരാട്ടം ആരാധകരുടെ മനസ്സിലുണ്ട്. അപ്പോൾ കാലിക്കറ്റ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് കോഴിക്കോട് വന്നിട്ട് മലപ്പുറം ഞങ്ങളെ തോൽപ്പിച്ചില്ല എന്ന് പറയാ എന്നുള്ളതായിരിക്കും. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അവർ സേഫാണ്. നിലവിൽ 14 പോയിന്റുമായി ടേബിളിൽ 1-ാം സ്ഥാനത്ത് അവർ തുടരുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ ജയം വന്നാൽ പോലും ആ ടേബിളിൽ ഇളക്കം ഇന്നുണ്ടാകില്ല. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. എതിരാളികൾ മലപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പം മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തിൻ്റെ ഒരു ടീം നോക്കൂ. ഇപ്പം ഹക്കു ആണെങ്കിലും കെന്നഡി ആണെങ്കിലും ഖനി അഹമ്മദ് നിഗം ആണെങ്കിലും ഒക്കെ കഴിഞ്ഞ തവണ കോഴിക്കോടിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന താരങ്ങളാണ്. അപ്പോൾ അവരെ നേരെ മറുകണ്ഠം ചാടിച്ചെന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇപ്പുറത്തെ കൊണ്ടുവന്നിട്ടാണ് മലപ്പുറം ഇങ്ങോട്ടെതിരെ കളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ കിരീടം അവിടെ കഴിഞ്ഞു. കാരണം അന്ന് ജയിക്കാൻ വേണ്ടി, കിരീടം എടുക്കാൻ വേണ്ടി അധ്വാനിച്ച ആൾക്കാരൊക്കെ മലപ്പുറത്തുണ്ട്. പക്ഷേ ഇത്തവണ കോഴിക്കോട് വളരെ സ്ട്രോങ് തന്നെയാണ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ ബവാസയുടെ മത്സരം കഴിഞ്ഞു. അദ്ദേഹം വളരെ പെർഫോമൻസ്, വളരെ കൃത്യതയായിരുന്ന എന്താ പറയുക സെറ്റ് പീസുകൾ, ക്രോസുകൾ ഒക്കെ അവരുടെ വന്ന്. പ്രശാന്ത് വളരെ അഗ്രസീവായിട്ട് പ്രശാന്ത് കളിക്കുന്നുണ്ട്. വളരെ അധ്വാനിച്ച് കളിക്കുന്ന ഒരു ടീം തന്നെയാണ് കാലിക്കറ്റ്. അപ്പോൾ കാലിക്കറ്റ് ഒരുങ്ങി തന്നെയാണ് വരുന്നത്. പിന്നെ മലപ്പുറത്തിൻ്റെ കേസ് പറയുമ്പോൾ മലപ്പുറത്തിന് കഴിഞ്ഞ മത്സരം 3-3, അതിന് കഴിഞ്ഞ സീസണിൽ നടന്ന മത്സരങ്ങളിൽ 2 തോറ്റു. അപ്പോൾ ഈ ഇവിടെ വന്നിട്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു എക്സ്ട്രാ ബോണസ് ആയിരിക്കും. ഇപ്പോൾ ടേബിളിലൊരു വ്യത്യാസം വന്നില്ലെങ്കിലും ഇവിടെ വന്ന് ജയിക്കുക എന്ന് പറയുന്നത് മലപ്പുറത്തിനെ സംബന്ധിച്ചോളം വലിയൊരു വ്യത്യാസമായിരിക്കും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. മലപ്പുറത്തിന് കഴിഞ്ഞ മത്സരത്തിലും ഈ മത്സരത്തിൽ ഒരു ആ ഡെഗ് ഔട്ടിൽ ഒരാൾ മിസ്സിംഗ് ആണ്. അവരുടെ പ്രിയപ്പെട്ട കോച്ച്, പ്രിയപ്പെട്ട ആശാൻ എന്നൊക്കെ വിളിച്ചിരുന്ന മിഗ്വൽ കോറയിലെ ടീമുമായി പിരിഞ്ഞു എന്നുള്ളൊരു വാർത്ത വന്നു. ഇന്ന് ക്ലിയഫാസ് അലക്സ് ആണ് ടീം ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം മലപ്പുറത്തിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കുമോ? ടീമിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കുമോ? എന്തായിരിക്കും ഇത്തവണ? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ റോയ് തന്നെ തുടക്കത്തിൽ ഇറങ്ങുമെന്നുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം ടീം കോമ്പിനേഷനിൽ റോയ് കൃഷ്ണയും കെന്നഡിയും ഒരുമിച്ചിറങ്ങിയ മത്സരങ്ങളിലൊക്കെ ഒരു അഡ്വാൻറ്റേജ് മലപ്പുറത്തിന് ഉണ്ടായിട്ടുണ്ട്. നമ്മളങ്ങനെ കാണുന്നുണ്ട്. കാരണം മുന്നേറ്റ നിരയിൽ ഈ 2 താരങ്ങളെ പിടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കെന്നഡി ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. പക്ഷേ മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം മഴ അവർക്ക് എപ്പോഴും ഒരു വില്ലനായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നമ്മളത് കാണണം. കാരണം കോഴിക്കോട് മലപ്പുറവും കളിച്ച കളിയും കഴിഞ്ഞ അവസാന മത്സരം കണ്ണൂരും മലപ്പുറവും കളിച്ച കളിയിലും മഴയായിരുന്നു പ്രശ്നക്കാരൻ. ഇന്നും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് മഴ തുള്ളിയിടുന്നുണ്ട്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം മലപ്പുറത്തിന് ഈ മഴക്കളി എന്ന് പറയുന്നത് ഈ സൂപ്പർ ലീഗിൽ ഇങ്ങനെ വിടാതെ പിന്തുടരുകയാണ്. അപ്പോൾ അവരുടെ ഒരു ടേബിൾ എടുത്ത് നോക്കും. 7 മത്സരം 2 ജയം മാത്രമാണുള്ളത്. 4 മത്സരങ്ങൾ സമനിലയാണ്, പരാജയം ഒന്നുണ്ട്. അപ്പം 10 പോയിൻ്റാണുള്ളത്. 4-ാം സ്ഥാനത്താണ്. ഈ 4-ൽ നിന്ന് 1 വഴുതി താഴേക്ക് പോയാൽ പ്രശ്നമാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാം ക്രൂഷ്യൽ മാച്ചുകളാണ്. പിന്നെ ആർക്കും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാനില്ലല്ലോ. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം കൊച്ചിയുടെ തിരിച്ചുവരവ് നമ്മൾ കണ്ടു. കൊച്ചിയും കൂടെ ഇത്രയും വലിയൊരു വിജയം കണ്ണൂരിനെതിരെ നേടിയതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഫൈറ്റിലേക്ക് പോവുകയാണ് സൂപ്പർ ലീഗ് എന്ന് പറയുന്നത്. അപ്പം മലപ്പുറം ഒരുങ്ങി തന്നെയാണ്. അവരുടെ സ്ട്രോങ് ആണ് കേട്ടോ. അവരുടെ ഇപ്പോൾ എൽഫേഴ്സിൻ്റെ കളി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. മനോഹരമായ പന്തടക്കവും വളരെ കൃത്യതയാർന്ന പാസുകളും അനായാസം അങ്ങനെ കളിക്കുന്നത് നമ്മൾ കണ്ടു. എയ്ത്തറാണെന്നുണ്ടെങ്കിൽ ഫക്കൻഡോ ബല്ലാഡമാണെന്നുണ്ടെങ്കിലൊക്കെ എന്താണോ ആവശ്യം ആ സമയത്ത് അവരുടെ ഒരു പെർഫോമൻസ് വരുന്നുണ്ട്. മുന്നേറ്റ നിരയിൽ റോയും കെന്നഡിയും ഒരു വശത്ത് അവിടെ ഉണ്ട്. ഇഷാൻ പണ്ഡിറ്റും കൂടെ അതിലേക്ക് ആ ഒരു ലൈനിലേക്ക് വരുന്നുണ്ട്. നിതിൻ മധുവിനെ പോലെ വിങ്ങിൽ ഓടിക്കയറാൻ പറ്റുന്ന വളരെ കരുത്തരായ താരങ്ങളുണ്ട്. പ്രതിരോധത്തിൽ ഇർഷാദിനെ പോലുള്ള താരങ്ങൾ ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു കോട്ട പോലെ അസറും അവിടെ ഉണ്ട്.
അപ്പം സ്ട്രോങ് ആണ് കേട്ടോ മലപ്പുറം വളരെ സ്ട്രോങ് ആണ്. ഇത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മത്സരം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ആരാധകരൊക്കെ അവരവരുടെ ടീം ജയിക്കണം എന്ന് വിചാരിക്കും. ഇതൊരു ഫാൻ ഫൈറ്റും കൂടിയാണല്ലോ. മലപ്പുറം വേഴ്സസ് കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ താരങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് മാത്രമല്ല, ആരാധകരും തമ്മിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയുണ്ട്. മഞ്ചേരിയിൽ നമ്മൾ കണ്ടു, ഒരുപക്ഷെ സൂപ്പർ ലീഗിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷം നമുക്ക് ലഭിച്ചത് മഞ്ചേരിയിലെ മഴയത്ത് കളി കണ്ട 10-23,000 പേരായിരുന്നു. ഇന്ന് മഴ വരുന്നുണ്ട്. അങ്ങനെ മഴ വന്നാൽ ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരാളും എണീറ്റ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് കളി മലപ്പുറവും കോഴിക്കോടും തമ്മിലാണ്. അപ്പോൾ ഇന്ന് തീപ്പാറും പോരാട്ടം തന്നെയായിരിക്കും ഇന്ന് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു പോരാട്ടത്തിനായി കാത്തിരിക്കാം. അതുപോലെ പറഞ്ഞ പോലെ മലപ്പുറത്തിൻ്റെ ഫാൻസ് തൃശ്ശൂർക്ക് 14 ബസ്സുമായിട്ടാണ് പോയത്. ഇന്ന് എത്ര ബസ് വിളിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഒരു തീപ്പാറും പോരാട്ടത്തിനായി കാത്തിരിക്കാം.